ഹായ് എവരി വൺ, വെൽക്കം ടു ന്യൂട്ടൺ. കേരള PSC മുൻകാലങ്ങളിൽ ചോദിച്ച 10 പൊളിറ്റി ചോദ്യങ്ങളും അവയുടെ വിശദീകരണവുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പൊളിറ്റി ചോദ്യത്തിൻ്റെ ഭാഗം 2 വീഡിയോ ആണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ICDS സൂപ്പർവൈസർ 2020 ചോദിച്ച ചോദ്യമാണിത്. പോക്സോ ആക്ട് വാസ് enacted by the parliament in the year. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 2016, 14, 12, 18. ശരിയായ ഉത്തരം 2012 ആണ്. പോക്സോ ആക്ട് വാസ് enacted by the parliament in the year 2012. 2012 പോക്സോ ആക്ട് ഇനാക്ട് ചെയ്തത്. എന്താണ് പോക്സോ? ദി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ഈ നിയമത്തിൽ ചിൽഡ്രൻ എന്നതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ആരെയാണ് ഒരു ചൈൽഡ് എന്ന് വിളിക്കുന്നത്? എനി പേഴ്സൺ ബിലോ 18 ഇയേഴ്സ് ഓഫ് ഏജ്, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയെയും ചൈൽഡ് എന്ന് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതൊരു പൊട്ടൻഷ്യൽ ചോദ്യമാണ്. ഇനി ഈ നിയമത്തിൻ്റെ കീഴിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഈ നിയമം വളരെ ശക്തമായ പണിഷ്മെൻ്റ് ആണ് ഇത് വയലേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫാണ്. അതായത് ജീവപര്യന്തം കഠിന തടവാണ് ശിക്ഷയായി വിധിക്കാൻ മാക്സിമം സാധിക്കുക. അതോടൊപ്പം തന്നെ ഫൈനും ഈടാക്കാവുന്നതാണ്. ഇനി ഈ നിയമത്തിൻ്റെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. ഇങ്ങനെ ഒരു സെക്ഷൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് ഏതൊരു വ്യക്തിക്കും ബോധ്യമുണ്ട് എങ്കിൽ അത് ആ വ്യക്തിയുടെ ഡ്യൂട്ടിയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സെക്ഷൽ ഒഫൻസിൻ്റെ നോളജ് ഉണ്ട് എങ്കിൽ, നമുക്ക് ആർക്കെങ്കിലും സെക്ഷൽ ഒഫൻസിൻ്റെ നോളജ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ പോലീസിനെ അറിയിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും കർത്തവ്യമാണ്. ഇതിൽ പറയുന്നത് എ പേഴ്സൺ ഹു ഹാസ് നോളജ് ദാറ്റ് എ ചൈൽഡ് ഹാസ് ബീൻ സെക്ഷലി അബ്യൂസ്ഡ് ടു റിപ്പോർട്ട് ദ ഒഫൻസ്. അതൊരു ലീഗൽ ഡ്യൂട്ടിയാണ്, ആ വ്യക്തിയുടെ ലീഗൽ ഡ്യൂട്ടിയാണ് ടു റിപ്പോർട്ട് ദി ഒഫൻസ്. ഇനി രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ്, അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അങ്ങനെ ഒരു ഒഫൻസിന് ഇരയായ കുട്ടിയെ സംരക്ഷിക്കുന്നത് ദ പ്രൊട്ടക്ടർ ഓഫ് ചൈൽഡ് ആരാണ്? ഈ നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പ്രൊട്ടക്ടർ ഓഫ് ദി ചൈൽഡ് ഡ്യൂറിങ് ഇൻവെസ്റ്റിഗേഷൻ. അന്വേഷണം നടക്കുമ്പോൾ പോലീസിനാണ് ആ കുട്ടിയുടെ സംരക്ഷണ ചുമതല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICDS സൂപ്പർവൈസറിന് ചോദിച്ച ചോദ്യം തന്നെയാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ 4 ഓപ്ഷൻസ് 1951, 1952, 1954, 1948. വളരെ ഈസി ആയിട്ടൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമാണിത്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. ആൻസർ ഈസ് 1952. ഇനി എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് നോക്കാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇന്ത്യയിലെ ഏറ്റവും വലിയ റൂറൽ റീകൺസ്ട്രക്ഷൻ സ്കീമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് റൂറൽ റീകൺസ്ട്രക്ഷൻ സ്കീമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സ്കീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇനി ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വില്ലേജ് കമ്മ്യൂണിറ്റിയെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ള, അതായത് ഒരു വില്ലേജിൻ്റെ സോഷ്യൽ ലൈഫിലും എക്കണോമിക് ലൈഫിലും, സാമ്പത്തികവും അവരുടെ സാമൂഹികപരവുമായ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക. അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഗവൺമെൻറ് പുറത്തുനിന്ന് ചെയ്യുകയല്ല, ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ, ദ എഫേർട്സ് ഓഫ് ദ പീപ്പിൾ ദംസെൽവ്സ്, ജനങ്ങളുടെ ഇടയിൽ നിന്നും ഈ സോഷ്യൽ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻസ് ആണ് കൊണ്ടുവരാൻ ഗവൺമെൻറ് ഉദ്ദേശിച്ചിരുന്നത്. ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്ത ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെയധികം ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു, വളരെ അധികം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഒക്ടോബർ 2, 1952. ഒക്ടോബർ 2 നമുക്ക് എല്ലാവർക്കും അറിയാം ആരുടെ ജന്മദിനമാണ്? മഹാത്മജിയുടെ ജന്മദിനമാണ്. ആ ദിവസത്തിലാണ് ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. ഈ പ്രോഗ്രാം ആരുടെ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു? മറ്റാരുടെയുമല്ല, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രോജക്റ്റ് ആയിരുന്നു.
ഒക്ടോബർ 2, 1952 ലോഞ്ച് ചെയ്തത്. ദിസ് ഡേറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ഈ പ്രോഗ്രാം നേരത്തെ പറഞ്ഞു ഏറ്റവും വലിയ റൂറൽ റീകൺസ്ട്രക്ഷൻ പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂറൽ ഏരിയയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് 1952 പ്രോഗ്രാം ആയതുകൊണ്ടും ഉറപ്പായിട്ടും അതിൻ്റെ പ്രൈം എയിം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്വതന്ത്ര ഇന്ത്യ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ചാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകളുടെ ഷോർട്ടേജ്. അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന എയിം. അതുമാത്രമല്ല, റൂറൽ അൺഎംപ്ലോയ്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്യുക, ഗ്രാമങ്ങളിലുള്ള തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തുക. ഇനി അതുകൂടാതെ ഗ്രാമങ്ങളിൽ ട്രാൻസ്പോർട്ട് ഗതാഗത സൗകര്യം ശരിയാക്കുക, അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വില്ലേജിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമാണ്. അതിനു പുറമെ പ്രൈമറി എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത്, റിക്രിയേഷൻ ഈ മേഖലകളിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. വില്ലേജസിന് ചീപ്പ് ആൻഡ് ഗുഡ് ഹൗസ്, അതായത് അന്ന് ഹൗസിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ചലഞ്ചായിരുന്നു ഇന്ത്യയുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഗുഡ് ആൻഡ് ചീപ്പ് ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. പ്ലസ് കോട്ടേജ് ഇൻഡസ്ട്രീസിനെയും ഇൻഡിജിനസ് ഹാൻഡിക്രാഫ്റ്റുകളെയും, അതായത് നമ്മളുടെ കുടിൽ വ്യവസായങ്ങളെയും, നമ്മൾ ഗ്രാമങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന കുടിൽ വ്യവസായങ്ങളെയും അതേപോലെ മറ്റ് ഹാൻഡിക്രാഫ്റ്റുകളെയും ഡെവലപ്പ് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3, ICDSU സൂപ്പർവൈസർ എക്സാമിന് 2020 ചോദിച്ച ചോദ്യമാണിത്. നാഷണൽ കൺസ്യൂമർ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഡിസംബർ 24, ജാനുവരി 24, ഒക്ടോബർ 10, നവംബർ 24. ശരിയായ ഉത്തരം ഡിസംബർ 24 ആണ്. ഓപ്ഷൻ എ ഡിസംബർ 24. ഈ ദിവസം നാഷണൽ കൺസ്യൂമർ ഡേ ആയി ഒബ്സർവ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന നിയമം ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഡിസംബർ 24, 1986 അതുകൊണ്ടാണ് ഈ നിയമത്തിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് വിളിക്കുന്നതും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡേ ആയിട്ട് 24 ഡിസംബർ 24th ഡിസംബറിനെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്നതും. ഇനി ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു ദിവസം കൺസ്യൂമേഴ്സിന്, അതായത് നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കൾക്ക് നമ്മളുടെ അവകാശങ്ങളെപ്പറ്റിയും അതേസമയം നമ്മളുടെ ഉത്തരവാദിത്വങ്ങളെപ്പറ്റിയും അവയർനെസ് തരിക, നമ്മളെ ജാഗ്രത ഉള്ളവരാക്കുക എന്നതാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. ടു റേസ് അവയർനെസ് അബൌട്ട് ദി റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, നമ്മളുടെ റൈറ്റ്സിനെയും റെസ്പോൺസിബിലിറ്റിയെ പറ്റി നമ്മളെ അവെയർ ആക്കുക. ഇനി ഈ ഒരു നിയമത്തിൽ നമുക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ നിയമം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ചൂഷണം ചെയ്യപ്പെടരുത്. വി ആർ നോട്ട് സപ്പോസ് ടു ബി എക്സ്പ്ലോയിറ്റഡ്. ഇനി നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റ് ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആകാൻ പാടില്ല, ഒരു ചീത്തയായ പ്രോഡക്റ്റ് ആകാൻ പാടില്ല. അതിനെതിരെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ഈ ആക്ട്. അതിന് മുകളിലായി അൺസാറ്റിസ്ഫാക്ടറി സർവീസ്, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി ആ സർവീസ് നമ്മൾക്ക് തൃപ്തമല്ല എങ്കിൽ അതിനെതിരെ മൂവ് ചെയ്യാനുള്ള അവകാശവും നമുക്ക് ഈ ആക്ട് നൽകുന്നു. ഇതിനും ഉപരിയായി അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അതായത് കച്ചവടം നീതിയുക്തമല്ലാത്ത കച്ചവടം നടത്തുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനും ഒരു കൺസ്യൂമറിന് അവകാശമുണ്ട്. സേഫ് ഗാർഡ്സ് എന്തൊക്കെയാണ്? എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, എഗെയിൻസ്റ്റ് ഡിഫക്റ്റീവ് ഗുഡ്സ്, എഗെയിൻസ്റ്റ് അൺസാറ്റിസ്ഫാക്ടറി സർവീസസ് ആൻഡ് എഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ഈ നിയമത്തിൻ്റെ കീഴിൽ ഓരോ വ്യക്തിക്കും ഓരോ ഉപഭോക്താവിനും കിട്ടുന്ന ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റൈറ്റ് ടു സേഫ്റ്റി, അതായത് നമ്മൾ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് സേഫ് ആണ് എന്ന് ഉറപ്പുവരുത്താനുള്ള അവകാശം
ഓരോ കൺസ്യൂമറിനുമുണ്ട് റൈറ്റ് ടു ബി ഇൻഫോംഡ്. ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഷോപ്പിൽ പോയി ഒരു സോപ്പ് വാങ്ങുകയാണെങ്കിൽ അതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കും അതിൻ്റെ പ്രൈസ്, അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, ഇൻഗ്രീഡിയൻസ്, എന്നാണ് എക്സ്പയറി ഡേറ്റ്, ഇതെല്ലാം നമ്മളെ ഇൻഫോം ചെയ്യണം എന്നുള്ളത് ഈ നിയമത്തിൻ്റെ കീഴിൽ നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഈസ് റൈറ്റ് ടു ചൂസ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ഒരു കൺസ്യൂമർ മാർക്കറ്റിൽ പോയാൽ ഏത് പ്രോഡക്റ്റ് വേണമെന്ന് ചൂസ് ചെയ്യാനുള്ള അവകാശവും കൺസ്യൂമറിന് തന്നെയാണുള്ളത്. റൈറ്റ് ടു ബി ഹേർഡ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങി പരാതി ഉണ്ട് എങ്കിൽ ആ പരാതി പ്രസൻറ്റ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കൺസ്യൂമർ കോടതികളെ പറ്റി, ഉപഭോക്തൃ ഫോറങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മളുടെ പരാതികൾ പ്രസൻറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പ്രസൻറ്റ് ചെയ്യുക മാത്രമല്ല അതിനൊരു പരിഹാരം തേടാനുമുള്ള അവകാശം നമുക്കുണ്ട്. റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. ഏറ്റവും പ്രധാനം ഈ പറയുന്ന അവകാശങ്ങളൊക്കെ നമുക്കുണ്ട് എന്ന് അറിയാനുള്ള അവകാശം, അതായത് ഒരു കൺസ്യൂമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളതും കൂടി ഈ നിയമം നിഷ്കർഷിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4 അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എക്സാമിന് 2020 ചോദിച്ച ചോദ്യമാണ്. വിച്ച് റൈറ്റ് വാസ് റിമാർക്ഡ് ബൈ ഡോക്ടർ BR അംബേദ്കർ ആസ് ദി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? BR അംബേദ്കർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതോ ഒരു ഭാഗത്തെ അദ്ദേഹം ഹാർട്ട് എന്നും സോൾ എന്നും വിളിച്ചിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. പലതവണ PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. വളരെ ഈസി ചോദ്യവുമാണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നു. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു റിലീജിയൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. എല്ലാവർക്കും അറിയായിരിക്കും ഓപ്ഷൻ ഡി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. എന്താണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്? നമുക്കറിയാം ഇതൊരു മൗലിക അവകാശമാണ്. അപ്പോൾ ഉറപ്പായും അറിഞ്ഞിരിക്കണം ഇത് ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. അത് ചോദിച്ചിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 32 പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് നമുക്കറിയാം 6 സെറ്റ് ഓഫ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത്. ഈ പറയുന്ന 6-ൽ മുന്നേ പറയുന്ന 5 അവകാശങ്ങളും സംരക്ഷിക്കണമെങ്കിൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് കൂടിയേ തീരൂ. എന്തെന്നാൽ മുന്നീട് പറയുന്ന, അതായത് ആർട്ടിക്കിൾ 32 മുന്നേ പറയുന്ന എല്ലാ മൗലിക അവകാശങ്ങളും 5 സെറ്റ് ഓഫ് മൗലിക അവകാശങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത് 6ാമത്തെ അവകാശമായ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിലൂടെയാണ്. കാരണം എന്തെന്നാൽ മുന്നേ പറയുന്ന 5 അവകാശങ്ങളും വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ഏതൊരു വ്യക്തിക്കും സുപ്രീം കോടതിയെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു അവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിലൂടെ നമുക്ക് കിട്ടുന്നത്. അതായത് ആർട്ടിക്കിൾ 32 ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാം. അത് വളരെ വലിയൊരു പ്രിവിലേജ് ആണ്. ദാറ്റ് ഈസ് വൈ ദിസ് ആർട്ടിക്കിൾ ഈസ് നോൺ ആസ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഈ ഹാർട്ട് ആൻഡ് സോള് എന്ന് മറ്റു ചില ഭാഗങ്ങളെയും മറ്റു പല വ്യക്തികളും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 32 നമുക്കത് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. പ്രിയാമ്പിളിനെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് വിളിച്ചത് ആരാണെന്ന് അറിഞ്ഞിരിക്കണം. താക്കൂർ ദാസ് ഭാർഗവാണ് പ്രിയാമ്പിളിനെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത്. അതേപോലെ തന്നെ ശ്രീ ജവഹർലാൽ നെഹ്റു പ്രിയാമ്പിളിനെ വിളിച്ചത് കീ ആൻഡ് ദ സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിച്ചത്. ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. നേരത്തെ പറഞ്ഞതുമായിട്ട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5 അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എക്സാം 2020 ചോദിച്ച ചോദ്യമാണ്. ദി 10th ഷെഡ്യൂൾ ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഇൻസേർട്ടഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ 4 ഓപ്ഷൻസ് ഉണ്ട്. 52nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1985, 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976, 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978. ഇറ്റ് വാസ് ഒറിജിനലി ഫ്രെയിംഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് 10ാമത്തെ ഷെഡ്യൂൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആകെ 12 ഷെഡ്യൂളുകളാണുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ 8 ഷെഡ്യൂൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 12 ഷെഡ്യൂളുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്.
കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊരു മാറ്റം വരുത്തിയാലും അത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് മുഖേനയെ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ 10ാമത്തെ ഷെഡ്യൂൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻസേർട്ട് ചെയ്തത് ഏത് അമെൻമെൻറ്റിലൂടെയാണ് എന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദി കോൺസ്റ്റിറ്റ്യൂഷൻ 52nd അമെൻമെൻറ്റ് ആക്ട് 1985. 1985 52ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 10ാം ഷെഡ്യൂൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻസേർട്ട് ചെയ്തത്. ഇനി എന്താണ് എന്ന് നോക്കാം. 52nd അമെൻമെൻറ്റ് ആക്ട്. 52nd അമെൻമെൻറ്റ് ആക്ട് 1985 നടന്നത് എന്ന് ഓർത്തിരിക്കണം. അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഏത് ഇയറിലാണ് ഈ അമെൻമെൻറ്റ് നടന്നത്? 1985. ഈ അമെൻമെൻറ്റിലൂടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന് 10th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഇൻസേർട്ടഡ്. 10ാമത്തെ ഷെഡ്യൂൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇത് 10ാം ഷെഡ്യൂൾ എന്നറിയപ്പെട്ടാലും വളരെ പോപ്പുലറായി അറിയപ്പെടുന്നത് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്നാണ് അറിയപ്പെടുന്നത്. ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം കൂറുമാറ്റ നിയമം ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. കൂറുമാറ്റ നിയമം 10ാം ഷെഡ്യൂൾ മുഖേനയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. കൂറുമാറുക എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി മെമ്പർ മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് പാർലമെൻറ്റിലോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലോ വോട്ട് ചെയ്യുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചില കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഇനി ഈ നിയമത്തിൻ്റെ കീഴിൽ ഒരു വ്യക്തിയെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം ആ ഹൗസിൻ്റെ MLA ആണെങ്കിൽ MLAയുടെ ഹൗസായ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ചെയർ ആരാണ്? ചെയർമാൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ MLAമാരെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് സ്പീക്കറും, കേന്ദ്രത്തിൽ പാർലമെൻറ്റ് സ്പീക്കർ, എക്സെട്ര. അങ്ങനെ ഓരോ സഭയ്ക്കും അദ്ദേഹത്തിന് ആ സഭയെ ചെയർ ചെയ്യുന്ന വ്യക്തിക്കാണ് അതിനുള്ള അധികാരമുള്ളത്. ഇനി ആൻറ്റി ഡിഫെക്ഷൻ ലോയിൽ എങ്ങനെയൊക്കെയാണ് ഒരു മെമ്പറിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ഒരു വ്യക്തി ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ പാനലിൽ നിന്ന് ഇലക്ട് ചെയ്യപ്പെട്ട് പാർലമെൻറ്റിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ എത്തിയ ശേഷം അയാൾ പാർട്ടിയിൽ നിന്നും റിസൈൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹൗസിൻ്റെ മെമ്പർഷിപ്പിൽ നിന്നും പുറത്താകുന്നതാണ്. വെൻ എ മെമ്പർ വോളണ്ടറി ഗീവ്സ് അപ്പ് ഹിസ് മെമ്പർഷിപ്പ് ഓഫ് എ പാർട്ടി, ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് വേണ്ട എന്ന് വെക്കുന്ന നിമിഷത്തിൽ തന്നെ ആ വ്യക്തി ആ ഹൗസിൻ്റെ മെമ്പർഷിപ്പിൽ നിന്നും ഡിസ്ക്വാളിഫൈ ആകുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഒരു പാർട്ടിയുടെ മെമ്പറായിരുന്ന് ആ പാർട്ടിയുടെ MLAയോ MPയോ ആയി ഹൗസിൽ റെപ്രസെൻ്റ് ചെയ്ത് ആ പാർട്ടിയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പാർട്ടി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും വോട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ ഈ പറയുന്ന MLAയോ MPയോ അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗത്തിനെയോ പുറത്താക്കാനുള്ള അധികാരമുണ്ട് ആൻറ്റി ഡിഫെക്ഷൻ ലോ വഴി. അതാണ് ഇഫ് എ പേഴ്സൺ വോട്ട്സ് ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം വോട്ടിംഗ്. അബ്സ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക. വോട്ട്സ് കോൺട്രറി ടു ദി ഡയറക്റ്റീവ് ഇഷ്യൂഡ് ബൈ ദ പാർട്ടി, പാർട്ടിയുടെ നിർദ്ദേശത്തിന് എതിരായി വോട്ട് ചെയ്യുക. ഈ കണ്ടീഷനിലും അദ്ദേഹത്തിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം ഈ പറയുന്ന 10ാം ഷെഡ്യൂളിലെ ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രസ്താവിക്കുന്നുണ്ട്. ഇനി മറ്റു ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളുണ്ട്. ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് മെമ്പർ, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചു വന്ന് പാർലമെൻറ്റിലോ അല്ലെങ്കിൽ അസംബ്ലിയിലോ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആ വ്യക്തി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹൗസിൻ്റെ മെമ്പർഷിപ്പ് ലോസ് ആകും. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വുഡ് ബി ഡിസ്ക്വാളിഫൈഡ് ഇഫ് ഹി ജോയിൻസ് എ പാർട്ടി. ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്വതന്ത്രനായ ജയിച്ചു വന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടും. ഇനി നമ്മൾ കേട്ടിട്ടുണ്ടാവും നോമിനേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിനെ പറ്റി. നമുക്കറിയാം ഇന്ത്യൻ പാർലമെൻറ്റിൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. രാജ്യസഭയിലും ലോക്സഭയിലുമുണ്ട്. രാജ്യസഭയിൽ 12ഉം ലോക്സഭയിൽ 2 വ്യക്തികളെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കേരള നിയമസഭയിലും നോമിനേറ്റഡ് മെമ്പറുണ്ട്. ഈ മെമ്പേഴ്സ് നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ മെമ്പേഴ്സിന് ഏതെങ്കിലും പാർട്ടിയിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്തില്ല, 6 മാസത്തിന് ശേഷമാണ് ആ വ്യക്തി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ്
ലൂസാകും. ഇനി മറ്റൊരു സാഹചര്യം, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുമായി മെർജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാർട്ടി പിളർന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ചേരുക. ഈ സാഹചര്യത്തിൽ ഈ മെർജ് ചെയ്യുകയോ പിളർക്കുകയോ ചെയ്യുന്ന പാർട്ടിയുടെ 2/3 മെമ്പേഴ്സ് അതിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ മാത്രം ആ വ്യക്തികൾക്ക് അവരുടെ മെമ്പർഷിപ്പ് ലൂസാവുകയില്ല, അല്ലെങ്കിൽ അവരുടെ മെമ്പർഷിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ക്വാളിഫൈഡ് ആകുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 3 അംഗങ്ങളുള്ള ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടി മറ്റൊരു പാർട്ടിയിലേക്ക് ലയിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, 3 MLA-മാരുണ്ട്, ആ പാർട്ടി ഒരു വലിയ പാർട്ടിയിലേക്ക് ലയിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ 2 പേരെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ അംഗങ്ങൾ ഡിസ്ക്വാളിഫൈ ആകാതെ മറ്റേ പാർട്ടിയുമായി മേർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6, ICDS സൂപ്പർവൈസർ എക്സാം 2020 ചോദിച്ച ചോദ്യമാണ്. ഇൻ വിച്ച് ഇയർ വാസ് NREGA ഇനാക്റ്റഡ്? NREGA വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. NREGA നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ആണ്. ഇത് ഏത് വർഷമാണ് ഇനാക്ട് ചെയ്തെന്ന് ചോദ്യം. ഓപ്ഷൻസ് 2005, 2006, 2004, 2003. ശരിയായ ഉത്തരം 2005 ആണ്. 2005 ദേശീയ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത്. ഇനാക്ട് ചെയ്തത്. നിലവിൽ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2006 2005 പാസ്സാക്കിയ നിയമം 2006 നിലവിൽ വന്നത്. 2009 ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്നാൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് റീനെയിം ചെയ്യപ്പെട്ടു. എന്താണത്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്നാക്കി മാറ്റി MGNREGA എന്നാക്കി മാറ്റി. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. ഇന്നും അതിൻ്റെ പേര് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം റൂറൽ ഏരിയയിൽ, ഗ്രാമങ്ങളിൽ തൊഴിലവസരം സൃഷ്ടിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. ഈ നിയമത്തിൻ്റെ കീഴിൽ ഈ നിയമം ഗ്യാരണ്ടി ചെയ്യുന്നത് 100 ദിവസത്തെ വേതനത്തോടു കൂടിയ ജോലിയാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 100 ദിവസത്തെ ജോലി, അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു റൂറൽ ഹൗസിലെ ഒരു വ്യക്തിക്ക് 100 ദിവസത്തെ ജോലി നൽകണം എന്നാണ് ഈ നിയമം നിഷ്കർഷിക്കുന്നത്. ഈ നിയമം പ്രധാനമായും അൺസ്കിൽഡ് വർക്കിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അൺസ്കിൽഡ് മാനുവൽ വർക്കിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു അഡൾട്ട് മെമ്പറിന്, ഒരു കുടുംബത്തിലെ ഒരു പ്രായപൂർത്തിയായ വ്യക്തിക്ക് അൺസ്കിൽഡ് മാനുവൽ വർക്ക് നൽകാനുള്ള അവസരം ഉണ്ടാക്കുക എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. ഈ വർക്കുകളിലൂടെ, ഈ അൺസ്കിൽഡ് മാനുവൽ വർക്കിലൂടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന അസറ്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അതായത് നമ്മുടെ സമൂഹത്തിന്, ആ വില്ലേജിന് ആവശ്യമുള്ള റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുക, കനാലുകൾ കൺസ്ട്രക്ട് ചെയ്യുക, പോൺസ്, വെൽസ് ഇവയൊക്കെ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. ഈ സ്കീമിൻ്റെ കീഴിൽ ഒരു വ്യക്തിക്ക് ജോലി ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. ഒരു വ്യക്തി ജോലിക്കായി ആവശ്യപ്പെടുന്നത് പഞ്ചായത്തിലാണ്, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡിയിലാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ആവശ്യം ഒരു വ്യക്തി ഉന്നയിച്ചാൽ അദ്ദേഹത്തിന് 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകാനുള്ള ബാധ്യത ഈ പറയുന്ന ലോക്കൽ സെൽഫ് ബോഡീസിനുണ്ട്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ജോലി ആവശ്യപ്പെട്ട വ്യക്തിക്ക് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസസ് കൊടുക്കാനും ലോക്കൽ ബോഡീസ് ബാധ്യസ്ഥരാണ്. ഇനി NREGA ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പ്രോഗ്രാമിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മളുടെ റൂറൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ റൂറൽ വിമൻ, അതായത് ഗ്രാമങ്ങളിലെ സ്ത്രീകളെ എംപവർ ചെയ്യുക. സ്ത്രീ ശാക്തീകരണം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയിമാണ്. അതുകൂടാതെ റൂറൽ അർബൻ മൈഗ്രേഷൻ, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും നഗരപ്രദേശങ്ങളിലേക്ക് ആൾക്കാർ കൂടുതലായി മൈഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പലായനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരവസ്ഥ, ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതും ഒരു പ്രധാന ഉദ്ദേശമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എക്സാം 2020 ചോദിച്ച ചോദ്യമാണ്. അണ്ടർ ദി ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ഓഫ് 1986, എ ചൈൽഡ് ഈസ് വൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിസ് 12 years, 18 years,
15 years, 14 years. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിൽ ഒരു ചൈൽഡ് എന്ന് വിളിക്കുന്നത് എത്ര വയസ്സ് തികയാത്ത കുട്ടിയാണ് എന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 14 years of age. 14 വയസ്സ് തികയാത്ത ഒരു കുട്ടിയാണ് ചൈൽഡ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 പറ്റി ഒന്ന് നോക്കാം. ഇത് ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു നിയമമാണ്. ഇറ്റ് എക്സ്റ്റെൻസ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. ഈ നിയമത്തിൻ്റെ കീഴിൽ 14 വയസ്സ് തികയാത്ത ഒരു കുട്ടിയാണ് ചൈൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 14നും 18നും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് അഡോളസൻ്റ് എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. The children between the age of 14 and 18 are defined as adolescent. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് മുഖേന 14 വയസ്സ് തികയാത്ത ഒരു കുട്ടിയെയും ഒരു ജോലിയിലും ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നു. എന്നാൽ 14നും 18നും ഇടയ്ക്കുള്ള കുട്ടികളെ ജോലിക്കായി ഉപയോഗിക്കാം. പക്ഷേ ഹസാഡസ് ആയിട്ടുള്ള ജോലികളിൽ 14നും 18നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെ ഉപയോഗിക്കാൻ പാടില്ല. ഇന്ത്യയിൽ ചൈൽഡ് ലേബർ, അതായത് കുട്ടികളെ ജോലിക്ക് ഉപയോഗിക്കുന്നത് ബാലവേല, ഈ പ്രാക്ടീസ് അബോളിഷ് ചെയ്തിരിക്കുന്നത് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 പ്രകാരമാണ്. അപ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മ വരാൻ സാധ്യതയുള്ളത്, ആർട്ടിക്കിൾ 24 ഇതേപോലെ ചൈൽഡ് ലേബർ പ്രൊഹിബിഷനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതെന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ചൈൽഡ് ലേബർ ആക്റ്റും ആർട്ടിക്കിൾ 24 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 24 പറയുന്നത് 14 വയസ്സ് തികയാത്ത കുട്ടികളെ ഹസാഡസ് ആയിട്ടുള്ള ഒക്യുപ്പേഷനുകളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമാണ്. അതായത് ഫാക്ടറീസ്, മൈൻസ്, അതേപോലെ എക്സ്പ്ലോസീവ്സും മറ്റും ഉപയോഗിക്കുന്ന ഹസാഡസ് എംപ്ലോയ്മെൻറ്റിൽ 14 വയസ്സ് തികയാത്ത കുട്ടികളെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ബാലവേല പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു, 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ജോലിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്റ്റിലാണ്. എന്നാൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ഹസാഡസ് ജോലിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 24 ഇതിൽ നോൺ ഹസാഡസ് ഇൻഡസ്ട്രിയെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. നോൺ ഹസാഡസ് ഇൻഡസ്ട്രിയിലെ എംപ്ലോയ്മെൻറ്റിനെ പറ്റി, ചൈൽഡ് ലേബറിനെ പറ്റി ആർട്ടിക്കിൾ 24 സൈലൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, ഡെപ്യൂട്ടി കളക്ടർ എക്സാം 2019 ചോദിച്ച ചോദ്യമാണ്. ദർപ്പൺ പ്രൊജക്ട് റിലേറ്റ്സ് ടു. ദർപ്പൺ പ്രൊജക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റെയിൽവേസ്, പോസ്റ്റൽ റിഫോംസ്, വുമൺ എംപവർമെൻറ്റ്, ഇൻഷുറൻസ് റിഫോംസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പോസ്റ്റൽ റിഫോം ആണ്. ഇനി എന്താണ് ദർപ്പൺ എന്ന് നോക്കാം. ദർപ്പൺ ഒരു ഫുൾ ഫോം ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ദി ഡിജിറ്റൽ അഡ്വാൻസ്മെന്റ് ഓഫ് റൂറൽ പോസ്റ്റ് ഓഫീസ് ഫോർ എ ന്യൂ ഇന്ത്യ. ദി ഡിജിറ്റൽ അഡ്വാൻസ്മെന്റ് ഓഫ് റൂറൽ പോസ്റ്റ് ഓഫീസ് ഫോർ എ ന്യൂ ഇന്ത്യ. ഡിജിറ്റൽ അഡ്വാൻസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഇതൊരു IT മോഡേണൈസേഷൻ പ്രോജക്റ്റ് ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി മോഡേണൈസേഷൻ പ്രോജക്റ്റ് ആണ്. ഈ പ്രോജക്റ്റിലൂടെ ഇന്ത്യയിലുടനീളമുള്ള 1.29 ലക്ഷം പോസ്റ്റ് ഓഫീസുകളെ IT മോഡേണൈസ് അല്ലെങ്കിൽ IT പരമായി ഇനേബിൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി റൂറൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. ഇനി എന്തൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് ദർപ്പൺ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ബാങ്കിങ് സൊല്യൂഷൻസ്, അതായത് പോസ്റ്റ് ഓഫീസ് മുഖേന ബാങ്കിങ് സർവീസുകൾ നൽകുക. നമുക്കറിയാം, ഇന്ത്യയിലെ ഏതൊരു ഗ്രാമപ്രദേശത്തും ഉള്ള ഒരു സ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസ്. പക്ഷെ അവിടെ ഒരു ബാങ്ക് ഇല്ലെങ്കിൽ പോലും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പോസ്റ്റ് ഓഫീസ് വഴി ബാങ്കിങ് മേഖലയിലെ സേവനങ്ങൾ ലഭിക്കാത്ത ഗ്രാമീണർക്ക് ബാങ്കിങ് സേവനങ്ങൾ നൽകുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. ബാങ്കിങ് സേവനം ലഭ്യമാകുമ്പോൾ ഡെപ്പോസിറ്റിനും വിഡ്രോവലിനുമുള്ള സൗകര്യം ഗ്രാമീണർക്ക് ലഭിക്കുന്നു. മാത്രവുമല്ല, റിയൽ ടൈമായിട്ട്, അതായത് ഓരോ ഇടപാട് നടക്കുമ്പോഴും തത്സമയം തന്നെ ഇത് അക്കൗണ്ടിൽ അപ്ഡേറ്റ് ആകാനും
സഹായിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ദർപ്പൺ പ്രോജക്റ്റ്. ഇതേ കൂടാതെ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, അതായത് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, ഇന്ത്യൻ പോസ്റ്റ് ഓഫർ ചെയ്യുന്ന ലൈഫ് ഇൻഷുറൻസ് ഇന്ത്യയിലെ എല്ലാ വ്യക്തികളിലേക്കും എത്തിക്കുക. ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഇന്ത്യയുടെ ലാസ്റ്റ് മൈൽ, അതായത് ഇന്ത്യയിൽ എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും എത്തിക്കുക എന്നുള്ളത് മറ്റൊരു ഉദ്ദേശമാണ്. ഇതോടൊപ്പം ഇലക്ട്രോണിക് മണി ഓർഡർ EMO, മണിക്കൂറുകൾക്കുള്ളിൽ ഡെലിവർ ആകുന്ന ഇലക്ട്രോണിക് മണി ഓർഡർ സേവനവും ഗ്രാമപ്രദേശങ്ങളിൽ എത്തിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതൊരു നോക്ക് ആൻഡ് കോർണറിലും എത്തിക്കുക എന്നുള്ളത് മറ്റൊരു ഉദ്ദേശമാണ്. ഇതേ കൂടാതെ ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളാണ് ഓൾഡ് ഏജ് പെൻഷൻ, അതേപോലെ MNREGS, അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. ഇതിൻ്റെ എല്ലാം ഉപഭോക്താക്കളായിട്ടുള്ള വ്യക്തികൾക്ക് ഈ പെൻഷനും അവരുടെ ശമ്പളവും എത്തിച്ചു നൽകാനും ഈ ദർപ്പൺ പ്രോജക്റ്റ് മുഖേന സാധ്യമാകുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എക്സാം 2020 ചോദിച്ച ചോദ്യമാണ്. ഹൗ മെനി ടൈംസ് ഹാസ് ദ പ്രിയാമ്പിൾ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അമെൻഡഡ്? എത്ര തവണയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 4 കൊടുത്തിരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വൺസ്. ഒരു തവണ മാത്രമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വന്നിരിക്കുന്നതെന്നും ഏത് അമെൻമെന്റ് ആക്ടിലൂടെയാണ് ഇത് സാധിച്ചതും എന്ന് അറിഞ്ഞിരിക്കണം. 42ാമത് അമെൻമെന്റ് ആക്ട് ഓഫ് 1976, 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തത്. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. പുതുതായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന 2 വാക്കുകൾ ഇൻക്ലൂഡ് ചെയ്തു. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. ഇതിലെ 2 വാക്കുകൾ, സോഷ്യലിസ്റ്റ് എന്ന വാക്കും സെക്യുലർ എന്ന വാക്കും 1972 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിലൂടെയാണ് സാധ്യമാക്കിയത്. അതുകൂടാതെ ദ യൂണിറ്റി ഓഫ് ദ നേഷൻ എന്നുണ്ടായിരുന്നിടത്ത് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നാക്കി മാറ്റി. യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഇവിടെ നോക്കുക. ടു പ്രൊമോട്ട് എമംഗ് all fraternity, assuring the dignity of the individual and the unity and integrity of the nation. Integrity എന്ന വാക്ക് 42ാം ഭേദഗതിയിലൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. അതായത് 42ാം ഭേദഗതിയിലെ 3 മാറ്റങ്ങളാണ് പ്രിയാമ്പിളിന് വന്നത്. സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ഇൻക്ലൂഡ് ചെയ്തു, സെക്യുലർ എന്ന വാക്ക് ഇൻക്ലൂഡ് ചെയ്തു, അതുകൂടാതെ ഇൻറ്റഗ്രിറ്റി എന്ന വാക്ക് ഇൻക്ലൂഡ് ചെയ്തു. ഇനി ഈ അമെൻമെന്റ് സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു എന്ന് അറിഞ്ഞിരിക്കണം. പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. 42ാം അമെൻമെന്റ് ആക്ട് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീടുള്ള സെഷനുകളിൽ അതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതാണ്. 42nd അമെൻമെന്റ് ആക്ട് ഓഫ് 1976. ക്വസ്റ്റ്യൻ നമ്പർ 10, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എക്സാം 2020 ചോദിച്ച ചോദ്യമാണ്. നെയിം ദ ലെജിസ്ലേഷൻ ഇനാക്റ്റഡ് ഇൻ ഇന്ത്യ to uphold the spirit of Article 39D of Indian Constitution. താഴെ പറഞ്ഞിരിക്കുന്ന ഏത് നിയമമാണ് ആർട്ടിക്കിൾ 39D സ്പിരിറ്റിനെ അപ്ഹോൾഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം ആർട്ടിക്കിൾ 39D എന്താണ് എന്നറിഞ്ഞാൽ ഈ ചോദ്യം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 4 ഓപ്ഷൻസ് നോക്കുക. വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്, ദ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965, ലാൻഡ് റിഫോംസ് ആക്ട്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ഓഫ് 1976. ആർട്ടിക്കിൾ 39D എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 39D says equal pay for equal work for both men and women. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ ജോലിക്ക് ഒരേ വേതനം എന്നാണ് ആർട്ടിക്കിൾ 39D പറയുന്നത്. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? ഉറപ്പായും ഓപ്ഷൻ ഡി ആയിരിക്കും. ദി ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. ആർട്ടിക്കിൾ 39D സ്പിരിറ്റിനെ അപ്ഹോൾഡ് ചെയ്യുന്ന ആക്ട് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ഓഫ് 1976 ആണ്. ഇനി ആർട്ടിക്കിൾ 39D ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, DPSP, ഡയറക്റ്റീവ്
പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. അത് 4-ാം ഭാഗത്തിലാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 4-ാം ഭാഗത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നും അറിഞ്ഞിരിക്കുക. DPSP ഈസ് ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 4 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് എന്താണ് എന്ന് നോക്കാം. ഈ ആക്ടിൽ പറയുന്നത് ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി എംപ്ലോയർ ടു പേ ഈക്വൽ റെമ്യൂണറേഷൻ ടു മെൻ ആൻഡ് വിമൻ ഫോർ ദി സെയിം വർക്ക് ഓർ വർക്ക് ഓഫ് സിമിലർ നേച്ചർ. ഒരേപോലെയുള്ള ജോലികൾക്ക് പുരുഷനും സ്ത്രീക്കും ഭേദമന്യേ ഒരേ വേതനം നൽകുക എന്നാണ് ഈ ആക്ട് നിഷ്കർഷിക്കുന്നത്. മാത്രവുമല്ല, ഒരു ജോലിക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയത്ത് സ്ത്രീയെന്നോ പുരുഷനോ എന്ന് വിവേചനം പാടില്ല എന്നും ഈ ആക്ട് പറയുന്നു. നോ ഡിസ്ക്രിമിനേഷൻ ടു ബി മെയ്ഡ് വൈൽ റിക്രൂട്ടിംഗ് മെൻ ആൻഡ് വിമൻ വർക്കേഴ്സ് എന്നും ഈ ആക്ട് പറയുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും കാണുക, വീണ്ടും വീണ്ടും കണ്ട് മനസ്സിൽ ഫിക്സ് ചെയ്യുക ഓരോ ചോദ്യങ്ങളും അവയുടെ ഉത്തരവും. ഇതിൻ്റെ 1-ാം ഭാഗം കാണാത്തവർ 1-ാം ഭാഗം കാണുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.